എമ്പുരാന്റെ മുമ്പ് ലൂസിഫർ. മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആ മിസ്റ്റീരിയസ് ഹീറോ, ഇരുളടഞ്ഞ അധോലോകങ്ങളുടെ രാജാവ്, നിയമ സംവിധാനങ്ങളെയും രാഷ്ട്രചക്രങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരേ ഒരു രാജാവ് വീണ്ടും വരികയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി. അതെ, കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച, ആരാധകരെ ആവേശ കടലിൽ ആഴ്ത്തിയ ലൂസിഫർ വീണ്ടും റീ റിലീസിംഗിന് ഒരുങ്ങുകയാണ്. മലയാളം സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ കളക്ഷനും വാണിജ്യ വിജയവും ഹൈപ്പും ആവേശവും നിറച്ച് മാസ് ആക്ഷൻ പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമായ ലൂസിഫർ മാർച്ച് 20 വീണ്ടും എത്തുകയാണ്. സിനിമയുടെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയ ഫാൾസ് ഫിലിംസ് ആണ് റീ റിലീസ് വിവരം അറിയിച്ചിരിക്കുന്നത്. മാർച്ച് 20 ലൂസിഫർ റീ റിലീസിംഗിന് ഒരുങ്ങുന്നത്. മുൻപ് എമ്പുരാന്റെ റിലീസിനോടനുബന്ധിച്ച് ലൂസിഫർ റീ റിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അറിയിച്ചിരുന്നു. ഒരു ആഗ്രഹമുണ്ട്, അത് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി തിയേറ്ററിൽ 2 ആഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട്. എന്തായാലും ലൂസിഫറിന്റെ തിയേറ്ററുകളിലേക്കുള്ള ഈ രണ്ടാം വരവ് മോഹൻലാൽ ആരാധകരെയും സിനിമാ പ്രേക്ഷകരെയും എമ്പുരാനായി കാത്തിരിക്കുന്ന സിനിമാ മോഹികളെയും ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ലൂസിഫറിലെ മോഹൻലാലിന്റേത് ഉൾപ്പെടെയുള്ള പല നടന്മാരുടെയും ഡയലോഗുകൾ പോലും ഇപ്പോഴും പലർക്കും കാണാ പാഠമാണ്. കഴിഞ്ഞ ദിവസം എമ്പുരാനിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിരുന്നു. ഖുറേഷി അബ്രാമിന്റെ ലോകമാണ് എമ്പുരാനിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നതെന്നും ഖുറേഷി എങ്ങനെ തന്റെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചായിരിക്കും എമ്പുരാൻ എന്നുമാണ് ലാലേട്ടൻ അഭിപ്രായപ്പെട്ടത്. ഖുറേഷി അബ്രാമിന്റെ അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗവും നിങ്ങൾ കാണേണ്ടി വരുമെന്നും അത് കാണാനുള്ള ജിജ്ഞാസ നൽകിക്കൊണ്ടാണ് 2ാം ഭാഗം അവസാനിക്കുന്നതെന്നുമുള്ള സൂചനയാണ് ലാലേട്ടനും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തിന്റെ അവസാനത്തിൽ 3ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കുമെന്നാണ് ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ എമ്പുരാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലൂസിഫറിലെ ലാലേട്ടന്റെയും പൃഥ്വിയുടെയും ഒപ്പമുള്ള മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ബൈജു, സായ്കുമാർ ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങൾക്കൊപ്പം നിരവധി മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി ഭാഷകളിൽ നിന്നുള്ള താരങ്ങളും ഒരുമിക്കുന്നുണ്ട്. എത്ര എക്സ്പെക്ടേഷൻസ് വേണ്ടെന്ന് പറഞ്ഞാലും മലയാള സിനിമ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ചിത്രമായ എമ്പുരാനിൽ എന്താവും എന്ന ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളിൽ. മാർച്ച് 27 എമ്പുരാന്റെ സർവ്വസന്നാഹങ്ങളുമായുള്ള വരവിന് മുമ്പ് ഒരിക്കൽ കൂടി ലൂസിഫറിനെ കാണാൻ മാർച്ച് 20 നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിക്സ്.